ഒരു ചെറിയ കുട്ടി വീട്ടിൽ വികൃതി കാണിച്ചാൽ തന്നെ വീട് തലകീഴായി മറിയും, അല്ലേ? എന്നാൽ ആ കുട്ടിക്ക് 112 അടി ഉയരമുണ്ടെങ്കിലോ? വികൃതി കാണിക്കാൻ തുടങ്ങിയാൽ ആ നാട്ടിൽ പിന്നെ ഒരൊറ്റ കെട്ടിടം പോലും ബാക്കിയുണ്ടാകില്ല. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയല്ലേ അത്? സ്വന്തം മക്കളെ അബദ്ധത്തിൽ ചെറുതാക്കി മാറ്റിയ ആ പഴയ ശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അടുത്ത വിചിത്രമായ കഥയാണിത്. അബദ്ധത്തിൽ ഭീമനായി മാറിയ ഒരു കുഞ്ഞിന്റെയും അവനെ രക്ഷിക്കാൻ നോക്കുന്ന കുടുംബത്തിന്റെയും രസകരമായ കഥയാണ്. മക്കളെ ചെറുതാക്കിയ ആ പഴയ സംഭവങ്ങൾക്ക് ശേഷം വെയ്നും കുടുംബവും പുതിയൊരു നഗരത്തിലേക്ക് താമസം മാറി. ഇപ്പോൾ അവർ വളരെ സമാധാനപരമായ ജീവിതം നയിക്കുകയാണ്. നഗരത്തിലെ വലിയൊരു ഗവേഷണ സ്ഥാപനത്തിലാണ് വെയ്ൻ ഇപ്പോൾ സീനിയർ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നത്. വസ്തുക്കളുടെ വലിപ്പം ആയിരക്കണക്കിന് മടങ്ങ് കൂട്ടാനുള്ള ഒരു കൂറ്റൻ യന്ത്രത്തിന്റെ നിർമ്മാണത്തിലാണ് അവൻ. ഇത് വിജയിച്ചാൽ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഇതിനിടയിൽ വെയ്നും ഭാര്യയ്ക്കും പുതിയൊരു കുഞ്ഞുവാവ് കൂടി ജനിച്ചിരുന്നു. പേര് ആദം. 2 വയസ്സുള്ള ആദം കളിപ്പാട്ടങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുസൃതിക്കാരനാണ്. ഒരു ദിവസം വെയ്ൻ നിർമ്മിച്ച യന്ത്രം വിചാരിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലാബ് മുതലാളി അവനെ വഴക്കു പറയുന്നു. അതേസമയം വെയ്ന്റെ ഭാര്യ മൂത്ത മകനോട് അനിയൻ ആദമിനെ കുറച്ചു സമയം നോക്കാൻ ഏൽപ്പിച്ചു പുറത്തുപോകുന്നു. അച്ഛൻ ലാബിൽ മറന്നുവെച്ച ഒരു പ്രധാനപ്പെട്ട കടലാസ് എടുക്കാനായി മൂത്ത മകൻ അനിയനെയും കൂട്ടി ലബോറട്ടറിയിലേക്ക് പോകുന്നു. ചേട്ടൻ സാധനം തിരയുന്നതിനിടയിൽ കുസൃതിക്കാരനായ ആദം കളിച്ച് ആ കൂറ്റൻ പരീക്ഷണ യന്ത്രത്തിന് മുന്നിലേക്ക് നടന്നുപോകുന്നു. അപ്രതീക്ഷിതമായി യന്ത്രം സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ശക്തമായ ലേസർ വെളിച്ചം ആദമിന്റെ ശരീരത്തിലേക്ക് അടിക്കുകയും ചെയ്യുന്നു. യന്ത്രത്തിൽ നിന്നുള്ള വെളിച്ചം അടിച്ചെങ്കിലും തുടക്കത്തിൽ കുട്ടിയുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ കയറിയ ആ ഊർജ്ജത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള വൈദ്യുതി തരംഗങ്ങൾ തട്ടുമ്പോൾ അവൻ ഇരട്ടിയായി വളരുമായിരുന്നു. വീട്ടിലെത്തിയ ശേഷം അച്ഛൻ അടുക്കളയിലെ യന്ത്രം ഓൺ ചെയ്തും ആദം പെട്ടെന്ന് 7 അടി ഉയരമുള്ള ഭീമനായി വളരുന്നു. ഇതുകണ്ട് പേടിച്ചുപോയ അച്ഛനും അമ്മയും കണ്ണുതള്ളി നിൽക്കുകയാണ്. വീട്ടിലെ വൈദ്യുതിയും ടിവിയുടെ തരംഗങ്ങളും തട്ടി ഓരോ മിനിറ്റിലും കുട്ടിയുടെ വലിപ്പം ഇരട്ടിയായി മാറാൻ തുടങ്ങുന്നു. വീടിന്റെ മേൽക്കൂര തകർത്ത് ആദം പുറത്തേക്ക് തലനീട്ടുന്നു. ഒടുവിൽ അവൻ 112 അടി ഉയരമുള്ള ഒരു കൂറ്റൻ രാക്ഷസക്കുട്ടിയായി മാറി നിൽക്കുന്നു. അവന്റെ കൈകൾക്ക് ഒരു കാറിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. 112 അടി ഉയരമുള്ള ആ 2 വയസ്സുകാരൻ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങുന്നു. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളും കാറുകളും തനിക്ക് കളിക്കാൻ വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളാണെന്ന് അവൻ കരുതുന്നു. റോഡിലെ വലിയ കാറുകൾ അവൻ കയ്യിലെടുത്ത് എറിയുന്നു. തെരുവ് വിളക്കുകൾ കയ്യിലെടുത്ത് കളിപ്പാട്ടം പോലെ കളിക്കുന്നു. ആളുകൾ പേടിച്ചരണ്ട് ഓടാൻ തുടങ്ങുന്നു. നഗരത്തിലെ കണ്ണെഞ്ചിപ്പിക്കുന്ന വെളിച്ചങ്ങളും ബോർഡുകളും കണ്ട് ആദം സന്തോഷത്തോടെ നഗരത്തിന്റെ നടുവിലേക്ക് ഓടുന്നു. അവൻ വെക്കുന്ന ഓരോ ചുവടിലും ഭൂമി കുലുങ്ങാൻ തുടങ്ങിയിരുന്നു. ഇതറിഞ്ഞ ക്രൂരനായ ലാബ് മുതലാളി വെയ്നിനെ കുറ്റപ്പെടുത്തുകയും നഗരം തകർക്കുന്ന ഈ കൂറ്റൻ കുട്ടിയെ വെടിവെച്ചു വീഴ്ത്താൻ സൈന്യത്തെ വിളിച്ച് അക്രമത്തിന് തയ്യാറെടുക്കുന്നു. സ്വന്തം മകന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ സൈന്യത്തിന്റെ തോക്കുകളിൽ നിന്നും ബോംബുകളിൽ നിന്നും ആദമിനെ രക്ഷിക്കാൻ ഒരു വഴി ആലോചിക്കുന്നു. ആ പരീക്ഷണ യന്ത്രത്തിന്റെ പ്രവർത്തനം തിരിച്ചാക്കുകയാണെങ്കിൽ ആദമിന്റെ ഉള്ളിലെ ഊർജ്ജം നഷ്ടപ്പെടുകയും അവൻ സാവധാനം പഴയ സാധാരണ കുഞ്ഞായി മാറുകയും ചെയ്യും. പക്ഷേ അതിനായി 112 അടി ഉയരമുള്ള ആ വലിയ കുട്ടിയെ കുറച്ചു സമയം ഒരിടത്ത് അനങ്ങാതെ നിർത്തണമായിരുന്നു. ആ സമയത്താണ് അമ്മ ഒരു ധീരമായ തീരുമാനം എടുക്കുന്നത്. മകന്റെ ശ്രദ്ധ തിരിക്കാനായി തന്നെയും യന്ത്രം ഉപയോഗിച്ച് വലിയ രൂപമാക്കാൻ അവൾ ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വെയ്ൻ യന്ത്രം ഉപയോഗിച്ച് ഭാര്യയും ഒരു കൂറ്റൻ ഭീമൻ രൂപമാക്കി മാറ്റുന്നു. അമ്മ വലിയ രൂപത്തിൽ ആദമിന്റെ മുന്നിലേക്ക് നടന്നുവരുന്നു. നഗരമധ്യത്തിൽ വെച്ച് തന്റെ ഭീമാകാരയായ അമ്മയെ കണ്ട മാത്രയിൽ ആദം കുഞ്ഞുങ്ങളെപ്പോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓടിവന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് അനങ്ങാതെ നിൽക്കുന്ന ആ അനുകൂല സമയം നോക്കി അച്ഛൻ യന്ത്രത്തിന്റെ വെളിച്ചം 2 പേരുടെയും ശരീരത്തിലേക്ക് അടിക്കുന്നു. രശ്മികൾ തട്ടിയതോടെ 2 പേരുടെയും വലിപ്പം സാവധാനം കുറഞ്ഞു വരാൻ തുടങ്ങുന്നു. ഒടുവിൽ 2 പേരും പഴയ സാധാരണ മനുഷ്യരായി മാറുന്നു. അങ്ങനെ നഗരത്തെ മുഴുവൻ വിറപ്പിച്ച ആ കൂറ്റൻ ഭീമൻ കുട്ടി വീണ്ടും അവരുടെ ആ പഴയ പാവം കുഞ്ഞുവാവയായി മാറിയതോടെ സന്തോഷത്തോടെ കഥ അവസാനിക്കുന്നു.